2025 സെപ്റ്റംബർ 21 സിറാജ് എഡിറ്റോറിയൽ. വളങ്ങൾ മിതമായ വിലയിൽ ലഭ്യമാക്കണം. രാസവളങ്ങൾക്ക് വില വർദ്ധിച്ചതിനൊപ്പം വിപണിയിൽ കടുത്ത ക്ഷാമവും നേരിട്ടതോടെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പൊട്ടാഷ്, ഫാക്ടം ഫോസ്, കൂട്ടുവളങ്ങൾ തുടങ്ങിയവയ്ക്കാണ് കേന്ദ്ര സർക്കാർ സബ്സിഡി വെട്ടിക്കുറച്ചതിനെ തുടർന്ന് വൻതോതിൽ വില ഉയർന്നത്. പൊട്ടാഷ് ചാക്കിന് 300 രൂപ കൂടി. 1500 രൂപയായിരുന്നത് 1800 രൂപയായി വർദ്ധിച്ചു. 1450 രൂപയ്ക്ക് ലഭിച്ചിരുന്ന 10, 26, 26 കൂട്ടുവളത്തിൻ്റെ വില 1450 നിന്ന് 1850 ആയി ഉയർന്നു. ഫാക്ടം ഫോസ് വില അടുത്തിടെ 2 തവണ ഉണ്ടായ വർധനവിലൂടെ 1300 നിന്ന് 1425 ആയി. ഒരു ഹെക്ടർ നെൽകൃഷിക്ക് 3 തവണയായി ഫാക്ടം ഫോസ്, പൊട്ടാഷ്, യൂറിയ എന്നീ വളങ്ങൾ ചെയ്യാറുണ്ട് മിക്ക കർഷകരും. വില വർധനവ് മൂലം ഈ ഇനത്തിൽ 2000 കോടിയുടെ അധിക ബാധ്യത സൃഷ്ടിക്കും. കാപ്പി, റബ്ബർ, വാഴകൃഷി തുടങ്ങി എല്ലാ ഇനങ്ങളെയും ബാധിക്കും വില വർധന. കർഷകർക്ക് താങ്ങാവുന്ന വിലയിൽ വളങ്ങൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയിരുന്ന സബ്സിഡി ഘട്ടം ഘട്ടമായി കുറച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ. ഓരോ വാർഷിക ബജറ്റിലും വളം സബ്സിഡി ഇനത്തിൽ നീക്കിവെക്കുന്ന തുകയിൽ വൻ വെട്ടിക്കുറവാണ് വരുത്തുന്നത്. 2023-24 ബജറ്റിൽ 2.51 ലക്ഷം കോടി രൂപ നീക്കിവെച്ച സ്ഥാനത്ത് 2024-25 1.88 ലക്ഷം കോടിയും 2025-26 1.67 ലക്ഷം കോടിയുമാണ് നീക്കിവെച്ചത്. വളങ്ങളുടെ പ്രധാന ഘടകമായ ഫോസ്ഫറിക് ആസിഡിൻ്റെ അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റം, റഷ്യ-ഉക്രൈൻ യുദ്ധം, പശ്ചിമേഷ്യൻ സംഘർഷം, രാസവളങ്ങളുടെ കയറ്റുമതിയിൽ ചൈന വരുത്തിയ വെട്ടിക്കുറവ് തുടങ്ങിയ കാരണത്താൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വളങ്ങളുടെ വില കുതിച്ചുയരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ സബ്സിഡി വിഹിതം വെട്ടിക്കുറച്ചത്. കാലവർഷം വളപ്രയോഗത്തിൻ്റെ ഘട്ടമാണ് കർഷകർക്ക്. തെങ്ങ്, കവുങ്ങ്, കാപ്പി, റബ്ബർ, നെല്ല് തുടങ്ങി മിക്ക വിളകൾക്കും ജൈവവളങ്ങൾക്കൊപ്പം രാസവളങ്ങളും പ്രയോഗിക്കുന്നു. എന്നാൽ മിക്ക രാസവളങ്ങൾക്കും വിപണിയിൽ കടുത്ത ക്ഷാമമാണ്. മോണോ അമോണിയം ഫോസ്ഫറേറ്റ്, കാൽസ്യം നൈട്രേറ്റ് തുടങ്ങിയ മുന്തിയ ഇനം വളങ്ങളുടെ കയറ്റുമതി ചൈന നിർത്തിയതാണ് ക്ഷാമത്തിനു കാരണമെന്നാണ് റിപ്പോർട്ട്. ഇത്തരം വളങ്ങൾ ജൂൺ-ഡിസംബർ കാലയളവിൽ 15-16 ലക്ഷം ടൺ വരെ ഇറക്കുമതി ചെയ്യാറുണ്ട് ഇന്ത്യ. ആഭ്യന്തര ഉപയോഗത്തെ ബാധിക്കുമെന്നതിനാലാണ് ചൈന ഇവയുടെ കയറ്റുമതിയിൽ കടുത്ത നിയന്ത്രണം വരുത്തിയതെന്നാണ് പറയപ്പെടുന്നത്. പകരം മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമം ഫലം കണ്ടതുമില്ല. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് കൃഷി. 1950-51 മൊത്തം ദേശീയ വരുമാനത്തിൽ കാർഷിക മേഖലയുടെ പങ്ക് 51.9%. 1991 ഇത് 35%, 2022-23 15% കുറഞ്ഞു. എങ്കിലും ഗ്രാമീണ മേഖലയുടെ മുഖ്യ സാമ്പത്തിക സ്രോതസ്സ് ഇന്നും കൃഷിയാണ്. ഗ്രാമങ്ങളിൽ പകുതിയോളം കുടുംബങ്ങളും ജീവിത സന്ധാരണത്തിന് കൃഷിയെയാണ് ആശ്രയിക്കുന്നത്. തൊഴിൽ സൃഷ്ടിക്കുന്നതിലും കാർഷിക മേഖലയുടെ പങ്ക് അദ്വിതീയമാണ്. 1951 രാജ്യത്തെ 70% തൊഴിലാളികളും കൃഷി അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. 2000 56.7%, 2011 48.9% കുറഞ്ഞു. നിലവിൽ അത് 43-44% എത്തിയിരിക്കുമെന്നാണ് മതിപ്പ് കണക്ക്. പൗരന്മാരുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ച, സാങ്കേതിക മേഖലയിലെ വളർച്ച തുടങ്ങി കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വിവിധ കാരണങ്ങൾ പറയപ്പെടുന്നുണ്ടെങ്കിലും കൃഷി ലാഭകരമല്ലാത്ത ഏർപ്പാടായി മാറിയെന്നതാണ് ഇതിന് പ്രധാന കാരണം. ഭരണകൂട നയങ്ങളും കാർഷിക പരിസ്ഥിതിയും കർഷകർക്ക് ഒട്ടും അനുകൂലമല്ല. മുടക്കുമുതലെങ്കിലും തിരിച്ചു കിട്ടുന്ന സാഹചര്യത്തിലെ ഏതൊരാളും കൃഷി ഇറക്കാൻ സന്നദ്ധമാകുകയുള്ളൂ. പ്രകൃതി ദുരന്തം മൂലം കൃഷികൾക്ക് നാശനഷ്ടം, വന്യജീവികൾ കൂട്ടത്തോടെ ഇറങ്ങി വന്ന് കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം, വളങ്ങളുടെ ക്ഷാമം തുടങ്ങിയ കാരണങ്ങളാൽ കൃഷികൾ പൊതുവെ വിജയകരമല്ല നിലവിൽ. കാർഷിക മേഖല വിട്ട് മറ്റു മേഖലയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചു വരികയാണ്. കർഷക ആത്മഹത്യകൾ വൻതോതിൽ ഉയരുന്നതും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.
ഇന്ത്യൻ കാർഷിക മേഖലയുടെ ഭാവിയും അത്ര ശുഭകരമല്ലെന്നാണ് റിപ്പോർട്ട്. ക്രമരഹിതവും തീവ്രവുമായ മഴ, അന്തരീക്ഷ താപനിലയിലെ ഉയർച്ച, വർദ്ധിച്ചു വരുന്ന കീട ആക്രമണം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ മൂലം വരും വർഷങ്ങളിൽ ഇന്ത്യൻ കാർഷിക മേഖല 25% വിളനഷ്ടം നേരിടേണ്ടി വരുമെന്നാണ് ചില പഠനങ്ങളെ അടിസ്ഥാനമാക്കി അഖിലേന്ത്യാ കർഷക സംഘടനാ ഫെഡറേഷൻ FAI അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയത്. ഈയൊരു സാഹചര്യത്തിൽ നിലവിൽ കാർഷിക മേഖലയിൽ തുടരുന്നവരെ ഇതര മേഖലകൾ തേടിപ്പോകാനുള്ള അവസരം നൽകാതെ കാർഷിക രംഗത്ത് തന്നെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട്. കർഷകർക്ക് ആവശ്യത്തിന് വളം മിതമായ വിലയിൽ ലഭ്യമാക്കേണ്ടത് ഇക്കാര്യത്തിൽ പരമപ്രധാനമാണ്. വെട്ടിക്കുറച്ച വളം സബ്സിഡി പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. വ്യവസായ ഭീമന്മാർക്ക് വൻ ഇളവുകളും ആനുകൂല്യങ്ങളുമാണ് സർക്കാർ നൽകി വരുന്നത്. നികുതി ഇനത്തിൽ വൻ വെട്ടിക്കുറവ്, ബാങ്ക് കടങ്ങൾ എഴുതിത്തള്ളൽ, ഉൽപ്പാദനവുമായി ബന്ധപ്പെടുത്തി ഇൻസെൻറ്റീവുകൾ നൽകൽ, വ്യവസായത്തിനെന്ന പേരിൽ തുച്ഛവിലക്ക് സഹസ്രക്കണക്കിന് ഏക്കർ പതിച്ചു നൽകൽ എന്നിങ്ങനെ നിരവധി ആനുകൂല്യങ്ങൾ. ഇത്തരമൊരു അനുകൂല മനസ്സ് എന്തുകൊണ്ടാണ് രാജ്യത്തെ കർഷകരുടെ കാര്യത്തിൽ സർക്കാരിനുണ്ടാകാതെ പോകുന്നത്? കാർഷിക മേഖലയുടെ ഉത്തേജനത്തിന് സഹായകമായ സബ്സിഡി തുടങ്ങിയ ആനുകൂല്യങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായി തീരും. വളക്ഷാമം പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്.